ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു യുവർ ക്ലാസ് റൂം. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ ലേറ്റായിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 5 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ 3 മണിക്കത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. എൻ്റെ എഡിറ്റർ കംപ്ലൈൻ്റ് ആയിപ്പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും 10 മണിക്ക് മുമ്പായിട്ട് അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യും. ഞാൻ 3 മണിക്ക് ഇതിന്മേൽ ഇരുന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. എഡിറ്റർ ഫുള്ള് എററാണ്. പിന്നെ ഏതോ ഒരു എഡിറ്റിംഗ് ആപ്പിൽ വെച്ചിട്ടാണ് ഞാനിത് എഡിറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മൾ സാധാരണ കാണുന്ന അതുപോലെ അത്രയും ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് വരെ എനിക്ക് ഉറപ്പില്ല. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഇതിൽ എഡിറ്റ് ചെയ്യാണ്. പിന്നെ ഇതിൽ കുറച്ച് സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അത് നമ്മുടെ ചാനലിൽ വരുന്ന കുട്ടികൾ അധികം പേരും ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അവർക്കിത് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് സ്ലോയിൽ ചെയ്യുന്നത്. അല്ലാതെ നമ്മളൊരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ ഡ്രോയിങ് ചെയ്തിട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സ്ലോയിൽ ചെയ്യുന്നത് കേട്ടോ. സാധാരണ നമ്മൾ പോർട്രേറ്റൊക്കെ ചെയ്യുമ്പോഴേ ഐസിൻ്റെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോഴാണ് ആ ഒരു പിക്ചർ നല്ല വൃത്തിക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പിക്ചറിൽ ഞാൻ ആദ്യം ഇടുന്നത് ഔട്ട്ലൈൻസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ചെയ്ത് നോക്കുക, എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഔട്ട്ലൈൻസ് ആണ് ഇടുന്നത്. HB പെൻസിൽ വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ഔട്ട്ലൈൻസ് ഇടാൻ പാടുള്ളൂ കേട്ടോ. അതും ലൈറ്റായിട്ട് വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരുപാട് പ്രാവശ്യം തെറ്റിപ്പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ചിലപ്പോൾ ആദ്യമായിട്ട് ചെയ്ത് നോക്കുന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ എന്താ ചെയ്യുക, HB പെൻസിൽ വെച്ചിട്ട് വളരെ ലൈറ്റായിട്ട് വേണം നിങ്ങൾ ഔട്ട്ലൈനിൽ ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ 10B ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഞാൻ HB പെൻസിലൊക്കെ വെച്ചിട്ട് ഇവിടെ ചെയ്ത് കാണിക്കുമ്പോൾ ക്യാമറയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കണ്ടോളണം എന്നില്ല. 10B തന്നെ ഞാൻ വളരെ ലേറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. വളരെ പ്രസ് ചെയ്തുകൊണ്ട് ചെയ്തിട്ടില്ല. കാരണം നമുക്കത് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ പോലും തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ലേറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ വലിയ കംപ്രസ് ചെയ്തിട്ട് ഔട്ട്ലൈൻ ചെയ്യുമ്പോഴേ അത് തെറ്റിപ്പോകുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഇറേസർ കൊണ്ട് ഇറേസ് ചെയ്താലും അവിടെ എങ്ങനെ മാർക്കുകൾ അവിടെ എങ്ങനെ കിടക്കും. അപ്പോൾ എപ്പോഴും നിങ്ങൾ പ്രസ് ചെയ്യാതെ എന്താ പറയുക, പ്രഷർ ചെയ്യാതെ ലൈറ്റായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. പിന്നെ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണ് ഒന്ന് ഓൾ എന്ന് പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ. പല കാരണങ്ങൾ കൊണ്ടും ചിലപ്പോൾ നമ്മുടെ വീഡിയോസ് ലേറ്റ് ആവാറുണ്ട്. പിന്നെ പല കുട്ടികളും പറയുന്നുള്ളൊരു പരാതിയാണ് കേട്ടോ. അവർക്ക് വരക്കാനും വരച്ചത് കാണാനും നല്ല ഇൻട്രസ്റ്റ് ആണ്, പക്ഷേ വരച്ച് അത് ശരിയാവണില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വരക്കാൻ കഴിയും. നിങ്ങളിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ടൊരു 20 മിനിറ്റെങ്കിലും ഡെയിലി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അത് എന്തുതന്നെ ആയിക്കോട്ടെ, ചെറിയൊരു വർക്കായാലും കുഴപ്പമൊന്നുമില്ല, ഡെയിലി പ്രാക്ടീസ് ചെയ്യും. നിങ്ങളൊരു ഡ്രോയിങ് ബുക്ക് വാങ്ങി വെക്കുക കേട്ടോ. അപ്പോൾ ഡ്രോയിങ് ബുക്ക് തന്നെ ചെയ്യാൻ നോക്കുക. ഇനി ഡ്രോയിങ് ബുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനായിട്ടൊരു ബുക്ക് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഡ്രോയിങ് ട്യൂട്ടോറിയൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഡേ 1 മുതൽ ഡ്രോയിങ് ട്യൂട്ടോറിയൽ ഡേ 1 മുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വർക്കിൽ നല്ല മാറ്റം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഒരുപാട് വർക്കുകൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ 2-3 ബുക്കൊക്കെ കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾ പഴയ സ്റ്റാർട്ടിങ് ബുക്ക് ഒന്ന് എടുത്ത് നോക്കുക. അപ്പോൾ എത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ ഷെയ്ഡിങ് കാണിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതിൽ ഉള്ള കുട്ടികളൊക്കെ ഇപ്പോൾ എന്താ പറയുക, ഒക്കെ ബിഗിനേഴ്സാണ് വന്നിട്ടുള്ളതൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടി ജസ്റ്റ് നമ്മളിപ്പോൾ ഔട്ട്ലൈൻ ഇട്ട് പഠിക്കുക. അപ്പോൾ ഔട്ട്ലൈൻ ഇട്ട് പഠിച്ച് നമ്മൾ അത് കറക്റ്റായിട്ട് വരുമ്പോൾ നമുക്കിത് ഷെയ്ഡിങ് ചെയ്യാം കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ഷെയ്ഡിങ് ചെയ്യാത്തത്. അപ്പോൾ ഔട്ട്ലൈൻ മാത്രമേ ഇന്നത്തേൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം, നിങ്ങളെ കൊണ്ട് കഴിയും കേട്ടോ. പിന്നെ നമ്മൾ ഫേസൊക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു കറക്റ്റായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവണം. അതായത് ഐസ് ഏത് പ്രൊപ്പോർഷനിൽ വരും, നോസ് വരക്കുമ്പോൾ ഈ ഒരു എന്താ പറയുക ഫേസിൻ്റെ ഏത് ഭാഗത്തായിട്ട് വരും, ലിപ്സ് ഏതളവിലാണ് വരിക എന്നുള്ളതൊക്കെ നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേട്ടോ. അതിൽ മെയിൽ ഫിഗറും ഫീമെയിൽ ഫിഗറും വരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈറ്റിൽ എന്താ കൊടുത്തത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫേസ് ഡ്രോയിങ് ഷംല ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് അടിച്ചാൽ ചിലപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടും കേട്ടോ.
അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സബ്ജക്റ്റ് അടിക്കുന്നതിൻ്റെ ഒപ്പം ഷംല ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് അടിച്ചാൽ നമ്മുടെ ചാനലിൽ നേരിട്ട് എത്തും. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടൈറ്റിൽ ആണ് ഇട്ടിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളത് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പിന്നെ പറയാനുള്ളത്, ഞാനിതിൽ 10B യൂസ് ചെയ്തിട്ടുണ്ട്. ആ 10B വെച്ചിട്ടാണ് ഔട്ട്ലൈൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും 10B വെച്ചിട്ട് ഔട്ട്ലൈൻ ഇടരുത് കേട്ടോ. കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം മുകളിലൂടെ ഡാർക്ക് വേണം തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഔട്ട്ലൈനിങ്ങിന് ഇടുക. കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യാം. പിന്നെ പോർട്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോ ഫേസിനും ഓരോ പ്രത്യേകതകളുണ്ടാവും. അത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ പിക്ചറിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്കിൽ നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. അപ്പോഴാണ് നമുക്ക് എന്താ പറയുക, നമ്മൾ ഉദ്ദേശിച്ച ആളാണ് വരച്ചിട്ടുള്ളതെന്ന് മറ്റുള്ളവർ കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നമ്മളെപ്പോഴും അത് ഓരോ പോയിന്റുകളും മനസ്സിലാക്കി വെക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ വരക്കുന്നത് ടൊവിനോ തോമസിനെയാണല്ലോ, ചിലപ്പോൾ വരച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിവിൻ പോളിയൊക്കെ ആയിപ്പോകും, നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോ ഭാഗവും കറക്റ്റായിട്ട് വീഡിയോയിലേക്ക് നോക്കി മാത്രം ചെയ്യുക കേട്ടോ. ഇത് കംപ്ലീറ്റ് ആയിട്ട് വരച്ചിട്ട് ആരുടെയൊക്കെ ശരിയായി എന്നുള്ളത് പറയുക. അതേപോലെ തന്നെ നിങ്ങളുടെ കറക്റ്റായിട്ടില്ലെങ്കിൽ അതും പറയുക കേട്ടോ. എല്ലാവരുടെയും ചെയ്ത് പ്രാക്ടീസായി ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വർക്കിന് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ഞാനൊരു ക്ലാസ്, അതായത് ഡേ 8, അതായത് ഒരു മോട്ടിവേഷണൽ ക്ലാസ്സാണ്. അപ്പോൾ അത് എൻ്റെ സ്ക്രീനിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് വാച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്റ്റോറിയാണ്. അപ്പോൾ നിങ്ങളത് വാച്ച് ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് നല്ലൊരു ഇൻസ്പിറേഷൻ ആവും. അപ്പോൾ എല്ലാവരും അത് കണ്ട് നോക്കുക കേട്ടോ. നമ്മൾ ലാസ്റ്റിൽ എൻ്റെ സ്ക്രീനിൽ അത് കൊടുക്കുക കേട്ടോ.